CPM സമീപകാലത്തൊന്നും അഭിമുഖീകരിച്ചിട്ടില്ലാത്ത പ്രതിസന്ധിയിലേക്കാണ് കത്ത് വിവാദം എത്തി നിൽക്കുന്നത്. CPM നേതൃത്വത്തിന് പാർട്ടി കേഡർ നൽകിയ പരാതി, അതിൽ യാതൊരു അന്വേഷണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആ കത്ത് പുറത്തു വരികയും ചെയ്തു. ആർക്കെതിരെയാണോ പരാതി ഉന്നയിച്ചത് അയാൾ തന്നെ കോടതിയിൽ നൽകിയ ഹർജിയുടെ ഭാഗമായിട്ടാണ് കത്ത് പുറത്തു വന്നത്. 3 വർഷം മുമ്പാണ് കണ്ണൂർ സ്വദേശിയും ചെന്നൈയിലെ വ്യവസായിയുമായ മുഹമ്മദ് ഷർഷാദ് UK-യിലെ CPM-ന്റെ പ്രതിനിധിയായിട്ടുള്ള രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പരാതി കേന്ദ്ര നേതൃത്വത്തിന് നൽകുന്നത്. രാജേഷ് കൃഷ്ണയ്ക്കും മുൻ മന്ത്രിമാർക്കുമെതിരെയുള്ള സാമ്പത്തിക ആരോപണങ്ങളാണ് ആദ്യ കത്തിൽ ഉണ്ടായിരുന്നത്. ഈ പരാതി പാർട്ടിക്ക് മുന്നിൽ ഉണ്ടായിട്ടും കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസിൽ UK-യിൽ നിന്നുള്ള പ്രതിനിധിയായി രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്തി. PB-യിലുള്ള ഒരു നേതാവിന്റെ എതിർപ്പിനെ തുടർന്നാണ് ആ തീരുമാനത്തിൽ നിന്നും പാർട്ടി പിന്നോട്ടു പോവുകയും രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കുകയും ചെയ്തത്. മാധ്യമങ്ങളിൽ ഈ വാർത്ത വന്നതിനെ തുടർന്ന് രാജേഷ് മാനനഷ്ടത്തിന് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹർജിയോടൊപ്പം ഈ വിവാദമായ കത്തും ഉൾപ്പെട്ടു. ഈ കത്ത് ചോർത്തിയത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് എന്നാണ് പരാതിക്കാരന്റെ ആരോപണം. ഒരു ഘടകത്തിലുമില്ലാത്ത ശ്യാംജിത്തിന് കത്ത് ചോർത്താനാകില്ലല്ലോ. അതുകൊണ്ട് MV ഗോവിന്ദൻ തന്നെയാണ് കത്ത് ചോർത്തിയത് എന്ന് ഷർഷാദ് പറയുന്നു. CPM നേതൃത്വത്തിന്റെ കയ്യിലുള്ള ഈ കത്ത് എങ്ങനെ രാജേഷിന് കിട്ടി? ഷർഷാദ് MA ബേബിക്ക് CPM-ന്റെ ജനറൽ സെക്രട്ടറിക്ക് നൽകിയ കത്ത് എങ്ങനെ ചോർന്നു? എല്ലാത്തിലും ഉത്തരം കിട്ടേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-നുള്ളിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധിക്ക് വലിയ രാഷ്ട്രീയ മാനം കൈവരികയാണ്. AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.